ശരത്തിന്റെ കൂടെ ഞങ്ങൾ. ശരത്ത് എങ്ങോട്ട് പോകുന്നു? നമ്മൾ അങ്ങോട്ട് പോകുന്നു. ഇങ്ങോട്ട് പോകുന്നു. എന്തിനു പോകുന്നു? എന്തിനോ പോകും. ഞാൻ കേറി ഞാൻ വീഡിയോ എടുക്കാം. ഇതിനകത്ത് കയറി തുഴഞ്ഞ് എന്ത് ചെയ്യാന്മാര്. പിടിക്കൂ, എടുക്കൂ. നമ്മൾ പോവുകയാണ് ഗൈസ്. അത് കണ്ടോ, ഒരു കൂട്ടം മരയന്നം കണ്ടോ? അതിനെ പോയി ആടാ. എന്തിനാണ് അത്? ഈ മുമ്പേ കണ്ടായിരുന്നു. സോ ഗായ്സ്, ഇന്ന് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു കോട്ടേജിൽ ഒത്തുകൂടിയിരിക്കുകയാണ് സമ്മർ അടിച്ചു പൊളിക്കാൻ വേണ്ടി. ഇപ്പോൾ ഇത് നമ്മളുള്ളത് ഒരു ലേക്ക് സൈഡ് വ്യൂ ഒക്കെ ഉള്ള ഒരു നല്ലൊരു കോട്ടേജിലാണ്. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇതുപോലെ കയാക്കിങ്, വൈകുന്നേരം ഒരു ഡിന്നർ പ്ലാനൊക്കെ ഉണ്ട്. പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഗോ കാർട്ടിങ്, അങ്ങനെ കുറച്ച് പരിപാടീസ് ഉണ്ട്. ഓൺലി ഫൺ ആക്ടിവിറ്റീസ്. ഫണ്ണും പിന്നെ എല്ലാവരും ഒത്തുകൂടി ചെറിയ തമാശകളും. അതാണ് ഈ വീഡിയോയിൽ ത്രൂ ഔട്ട്. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ ഗായ്സ്, ജസ്റ്റ് എൻജോയ്. എന്താണ് വള്ളത്തിന് ചരിവ്? ഇവിടെ വെള്ളം താതായിരിക്കുന്നേ. ആ തൊഴ എങ്ങനെയുണ്ട് സാധനം? നീ എക്സ്പേർട്ടായല്ലേ അത്? ഇതാണ് കണ്ടോ ഒരു കൂട്ടം അരയനത്തെ കണ്ടോ. ആദ്യമായിട്ടാണ് ഞാൻ കാനഡയിൽ ഈ അരയനത്തെ കാണുന്നത്. നല്ല രസമില്ല കാണാൻ. അവർ ഫാമിലിയായിട്ട് നമ്മൾ വീട്ടിൽ സമ്മർ ആഘോഷിക്കാൻ വന്ന പോലെ അവർ ഫാമിലിയായിട്ട് വന്ന് ആഘോഷിക്കുന്നതാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഈ നാഷണൽ ജോഗ്രഫിയിലൊക്കെ മെൻ വേഴ്സസ് വൈൽഡ് എന്നൊക്കെ പറഞ്ഞ ഓരോ ഇതില്ലേ, പ്രോഗ്രാംസ് അല്ലേ, അതൊക്കെ കാണുന്ന അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുന്ന ഒരു വൈബാണ് ഇതുപോലെ ഓരോന്നും ചെയ്യുമ്പോൾ. ഈ കാനഡയിൽ ലേക്സിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ലോകത്തിലേക്ക് ഓൾമോസ്റ്റ് 60% ലേക്സ് ഉള്ളത് കാനഡയിലാണ്. അതും ചെറിയ ആപ്പിയപ്പ ലേക്സ് ഒന്നും അല്ല, കിടക്കുവാണ് ഏക്കർ കണക്കിന്. ഓൾമോസ്റ്റ് 9% ഇവിടുത്തെ ജിയോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യുന്നത് ഫുൾ ലേക്സ് ആണ്. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അത്ര നീളം ആയതുകൊണ്ട് പല ഏരിയാസിൽ നമുക്ക് ഇതൊരു ബീച്ച് പോലൊക്കെ ഫീൽ ആവും. അത്ര വേവ്സ് ഒക്കെ ഫോം ചെയ്യും, അത്രയും ഗ്രാവിറ്റേഷൻ കൊള്ളും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈ സാധാരണ ലേക്കാണെന്ന് കരുതരുത്. കിടക്കുവാണ് അങ്ങ് വലിയ സംഭവം, ജൈൻ്റ് ഒരു ലേക്കാണ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ബേസ്. അവിടെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വെയിറ്റിംഗ് ആണ്. കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഓക്കെ, ചെരുപ്പം താഴ്ത്തേക്കല്ലോ. പോയി കവകീറാണോ ഹെവി? അഞ്ചു ഒറ്റച്ചാട്ടം. തള്ളിവിടാനോ? Come on guys. മറ്റേ പാട്ടുണ്ടല്ലോ, പൊന്നാമ്പൽ. ഫോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തീർത്തി അധികം അഭ്യാസം എടുക്കാൻ പറ്റിയല്ല. അതായത് ഒരു സൈഡിലോട്ട് കൂടുതൽ നമ്മൾ ഫോഴ്സ് കൊടുത്ത് കഴിഞ്ഞാൽ ഈ സൈഡിലോട്ട് ഇങ്ങനെ ചെരിയും. അപ്പൊ നമ്മളും ചെരിയാൻ നിന്ന് കഴിഞ്ഞാൽ വെള്ളത്തിൽ പോകും. ചള്ളക്കിടന്ന് തിളക്കോ? എന്തുവാടേ ഇത്? തള്ളി ഇറക്കണ ഷെബിരെ നാട്ടോടെ വെള്ളത്തിന് എല്ലാം ഇളക്കിയിട്ടുണ്ട് ഞാൻ.
Hey guys, look at this. Oh! Hey dear Pebit. കാനഡ കൊതുകിൽ നേരെ പറഞ്ഞു കൊതുകാണ് ഈ പോകുന്നത് പോ. Hey guys, ഒന്ന് വളച്ചുവിടാ വണ്ടി വളക്കടാ. ആ കൊള്ളാം. Chest number 2. Chest number 3. എന്തുവാടാ ഇത്? ഈശ്വര, ഇതെന്ത് സാധനം? ആമ്പലാണോ അതോ വല്ല ഡെങ്കു വരും ഇങ്ങോട്ട് ഇവിടെ നിന്ന്? ആ ഇവൻ അവിടെ നിന്ന് അക്കായി. എടാ അങ്ങോട്ട് പോടാ. എടാ അങ്ങോട്ടല്ലടാ ഇങ്ങോട്ട്. അയ്യോ എടാ ഒരു ചവിട്ട് കൊടുക്കടാ. കൊതു 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 കൊതു. നീ എന്തേലും കാടി. അരന്തു നീ ലൈവ് കേട്ടോ. ആ ഒരു ചവിട്ട് കൊടുക്കണം ആരെങ്കിലും. ഞാൻ വേണം ഇവിടുന്ന് പുഷ് ചെയ്ത് തരാം. നീ അവിടെ നിൽക്ക്. നിനക്കല്ലേ എഴുതണ്ടേ? പെർഫെക്റ്റ്, അത്രേ ഉള്ളൂ. 5 ഇങ്ങോട്ടൊരു പോസ് തരുമോ? മിസ്റ്റർ ജോസ് വലിച്ചു കയറ്റുന്നത്. തിരിച്ചെത്തിയിരിക്കുന്നു ഗൈസ്. മിസ്റ്റർ ജോസ് ആൻഡ് റോസ്. ഇതിപ്പോ തോന്നുന്നു. ബൈ. ഇത് പട്ടിക്ക് ഫോൺ ഇറക്കി കൊടുക്കുന്നല്ലേ. ലോങ് പാസ്. നൈസ്. ഷെഫ് എന്നാ ഇത്? അങ്ങനെ നമ്മുടെ ക്രാക്കിങ്ങും അതുപോലെ തന്നെ ബാക്കിയുള്ള കോട്ടേജിലെ പരിപാടീസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ദിവസം സെക്കൻഡ് ഡേ പോവുകയാണ്. ദ മോസ്റ്റ് അഡ്വഞ്ചറസ് ട്രിപ്പ്, ഗോ കാർട്ടിംഗ്. സോ സ്റ്റേ ട്യൂൺഡ് ഗൈസ്.
തിരിച്ച് ഓവർടേക്ക് ചെയ്യാം, ഞങ്ങൾക്ക് വഴി അറിയത്തില്ല. ഞങ്ങളൊരു വീഡിയോ എടുക്കുമായിരുന്നു. 23 കിലോമീറ്റർ നേരെ. അവിടെ എന്നതാ? അവിടെ മറ്റേ കാർട്ടിങ് തോന്നുന്നല്ലേ? ഗോ കാർട്ടിങ്. അവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടോ? നോക്കിയൊക്കെ ഓവർടേക്ക് കേട്ടോ. അത് പറ്റിയല്ല. എന്നാ പടമായിരിക്കും. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ ആയിട്ടുള്ള ഗോ കാർട്ടിംഗ് സൈറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്റ്റോറാണ്. ചെറിയ നമുക്ക് എന്താ പറയണ്ടേ, കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസും അങ്ങനെ കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ ഇഷ്ടം പോലെ ഇതിനകത്തുണ്ട്. ഇതുണ്ട് കുറേ ഹോട്ട് വീൽസും അതുപോലുള്ള കാറിന്റെ ഇഷ്ടം പോലെ കളക്ഷൻസും മിനി കാർസ്. ഇതൊക്കെ ഹോട്ട് വീൽസ് അറിയാമല്ലോ, അത്രയ്ക്കും എന്താ പറയണ്ടേ ബ്രാൻഡാണ് ഈ സാധനം. ഇതൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ചവർ പോലെ കിടക്കും. പിന്നെ $5 $3 അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. ഇത് കണ്ടോ, ഇതാണ് ഈ എന്താ പറയുക ഈ സ്റ്റോറിൻ്റെ ഉൾഭാഗം. ചെറിയ എന്താ സ്നാക്സും പോപ്കോൺസും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ്, എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്താണാവോ അറിയില്ല. കുറേ ചിപ്സും പിന്നെ കുറേ സ്റ്റേഷനറി ഐറ്റംസും ഡെക്കറേറ്റീവ് ഐറ്റംസും. അല്ലേ അടിപൊളിയാണല്ലോടാ. ക്രോക്സിൽ വെക്കുന്നല്ലേ, നൈസിലടാ, കൊള്ളാലോ. ഇതാണ് മറ്റേ ഗോ കാർട്ടിങ്ങിനുള്ള ട്രാക്ക്. ഫുള്ളി സെക്യൂർഡ് ആയിട്ട് ടയേഴ്സൊക്കെ വെച്ച് നല്ല രസമുണ്ടാണ് അല്ലേ. നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇതുപോലെ ലൈനിൽ നിന്ന് ടിക്കറ്റ് കാണിച്ച് എന്ന് വേണം നമുക്ക് കയറാൻ. 1 പോസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവിടെ പണി പാർട്ട് ടൈം കിട്ടുമല്ലോ, എല്ലാ റെക്കോർഡിംഗ് ഏത് ഈ ഒരു സംഭവം നല്ല രസമുള്ള കേട്ടോ. ചെറിയ കുറെ 2-4 വീൽസും അതുപോലെ തന്നെ ആകെക്കൂടി ഉള്ളത് ഒരു ആക്സിലേറ്ററും ബ്രേക്കും മാത്രം. സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ആർക്കും ഓടിക്കാം. ഇതിന് ലൈസൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് വണ്ടി ഓടിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് ഓടിക്കാം. ഇത് വലിയ കാര്യമൊന്നുമില്ല, ഈസി പീസി കേക്കാണ്. പിന്നെ എന്താ പറയണ്ടത്, ഇത് ഫണ്ണാണ് കേട്ടോ. അതുപോലെ ഇത് റൈഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇറ്റ്സ് റിയലി ഫൺ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് എല്ലാം ഒത്തുകൂടി ഒരു റേസിംഗ് കോമ്പറ്റീഷൻ പോലൊക്കെ വേണേൽ പ്ലാൻ ചെയ്യാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇതിന് നമ്മൾ എത്ര ആക്സിലേറ്റർ കൊടുത്താലും ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു സ്പീഡ് ലിമിറ്റ് ഇതിനുണ്ട്. കാരണം ആ ഒരു ഇതിലേ പോവുള്ളൂ. ഞാൻ എത്ര ചവിട്ടിട്ട് സാധനം പോകുന്നില്ല, ബാക്കിയുള്ളവന്മാരൊക്കെ പറക്കുവാണ് ഫ്രണ്ടിൽ കൂടെ. ആ ടേൺ ഒക്കെ കണ്ടില്ലേ, അത് സ്കിഡ് ചെയ്താണ് ടേൺ ചെയ്യുന്നത്. പിന്നെ ഇത് പവർ സ്റ്റിയറിംഗ് ഒന്നും അല്ല കേട്ടോ. ജസ്റ്റ് നല്ല രീതിയിൽ കൈക്ക് പവർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രശ്നമുണ്ട്.
അങ്ങനെ ആ ഒരു കിടക്കാച്ചി സംഭവം കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടി പിന്നെ വന്നത് ഒരു ചെറിയൊരു ലേക്ക് എന്ന് പറയാം, ഒരു ചെറിയൊരു അരുവി പോലത്തെ ഒരു സംഭവം കേട്ടോ. നല്ലൊരു ഗ്രീനറി ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി ലൊക്കേഷൻ. ഇവിടെ എന്താ ഒരു ചെറിയൊരു സ്പിൽവേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു അപ്പാപ്പന്തി അവിടെ ചൂണ്ടിടുന്നുണ്ട്. എന്നുവെച്ചാൽ ജസ്റ്റ് ഒരു കാം എൻവയറമെന്റ് ആണ്, വൈബ് ചെയ്യാൻ പറ്റിയ സ്ഥലം, പീസ് ആയിട്ടുള്ള. ക്യാമറ ചാട്ടെ, കൂടെ ചാട്ടെ. ചോദ ഒന്ന് നീ മുങ്ങിയില്ലേ? എന്ത് തല മുക്കുന്നില്ലെന്നോ? എന്റെ തലവേദന എന്റെ തലവേദനയൊക്കെ പോയണം. ചാടുന്ന എടാ ഇവിടെ കല്ലുണ്ടോന്ന് അറിയത്തില്ലല്ലോടാ. എടാ നിക്ക് പോയിട്ട് ചാടിയിട്ട് നീന്തി തരണം, ഞാൻ വീഡിയോ എടുക്കാം. വരുവോടേ? നീ ഒരു വടിയോട്ട് നിൽക്കോ, ഒരു വടി എടുത്തിട്ടാ. ആക്ഷൻ. അങ്ങനെ നമ്മുടെ ഈ ഒരു സമ്മർ ട്രിപ്പ് ഇതുപോലുള്ള ആക്ടിവിറ്റീസെല്ലാം നമ്മളിവിടെ എറ്റ് ചെയ്യുകയാണ്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ്, ഫൺ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ നമ്മുടെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്, താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാം. ഓൾവേസ് വെൽക്കം. താങ്ക് യു ഗൈസ്. സീ യു സൂൺ. അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ സ്റ്റേ ട്യൂൺ. ലവ് യു ഓൾ.